എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന മുട്ട പപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ മുട്ട പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാവിനേക്കാളും ഒന്നുകൂടെ ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആദ്യം കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് വരെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ കയ്യിലെ കൊട്ടിപ്പിടിക്കണ ആ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഞാനിതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കണം. എന്നിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ ഇതൊന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ശേഷം ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യുക, പപ്സിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 4 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരൽപ്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെ അളവൊക്കെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് പഫ്സ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 10 എണ്ണമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് 4 സവാള എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് തന്നെ വാടി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരൽപ്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ചിക്കൻ മസാലയോ അതല്ലെങ്കിൽ മീറ്റ് മസാലയോ ആണ്. ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമ്മുടെ പഫ്സിൻ്റെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് മസാല തയ്യാറായിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കണം. 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഒരൽപ്പം ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് പരന്ന് കിട്ടും. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചപ്പാത്തി കോല് വെച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വലുതാക്കാൻ കഴിയണോ അത്രത്തോളം വലുതാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഇതിന് മുകളിലായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഫ്സിന് നല്ല രീതിയിൽ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ശേഷം മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ 2 ഭാഗത്തുനിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷ് കൊണ്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി ചെയ്യുന്നത് ഇതുപോലെ ഒരു ഭാഗത്തുനിന്ന് മടക്കി കൊടുക്കുക. അതിന് മുകളിൽ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കി എടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഫ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഒരുപാടങ്ങ് തിന്നാക്കി എടുക്കണ്ട, അതുപോലെ നല്ല കട്ടിയിലും ആവണ്ട. അത്യാവശ്യം കുറഞ്ഞൊരു കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്.
ഞാനിതാ ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ വീണ്ടും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതിന് മുകളിൽ വീണ്ടും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയെടുത്തെങ്കിൽ പപ്സിനും നല്ല രീതിയിൽ തന്നെ ലെയർ കിട്ടുള്ളൂ. ഇനി ഇതാ മറ്റേ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഇത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഓരോ ഷീറ്റും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഒരുപാടങ്ങ് തിന്നാക്കണ്ട, അതുപോലെ നല്ല കട്ടിയിലും ആവണ്ട. ഞാനിതാ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോ ഷീറ്റുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേ സൈസിലുള്ള ഷീറ്റുകളാക്കിയിട്ട് കട്ട് ചെയ്യുക. ആദ്യം ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ ഭാഗത്തുനിന്നും ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അതുപോലെ ഷീറ്റുകളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൽ മസാല ഫില്ല് ചെയ്യാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇതിന് നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഫോൾഡ് ചെയ്യേണ്ടത് ഇതുപോലെ ആദ്യത്തെ ഈ 2 പീസ് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം മറ്റേ പീസ് എന്ത് ചെയ്യണം, ഒന്ന് ക്രോസ് ചെയ്തിട്ട് അതും ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. അപ്പോൾ ആദ്യത്തെ പഫ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്തെടുക്കുക. തയ്യാറാക്കിയിട്ടുള്ള ഓരോ പഫ്സും ഞാൻ ബേക്കിംഗ് ട്രേയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഒരു കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പപ്സിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പപ്സ് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറിലും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ടും ചെയ്യണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആണ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്. ഇത് 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് എങ്കിലും ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ചിലത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ റെഡിയാവും. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 10 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് 30 മിനിറ്റിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട പഫ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.